ഞാൻ അന്നേ പറഞ്ഞല്ലേ മോഹിനിയാട്ടം OTT വരുമ്പോ അടിപൊളിയായിരിക്കുന്നത്. അന്ന് എല്ലാവർക്കും വാഴ മതിയായിരുന്നു. തിയേറ്ററിലേക്ക് വാഴ കാണാൻ ഓട്ടത്തോടോട്ടായിരുന്നു. സത്യത്തിൽ മോഹിനിയാട്ടത്തിന്റെ 7 അയലക്കത്ത് വരില്ല ഈ വാഴാറ്റു ഒന്നും. ഇപ്പൊ എല്ലാരും മോഹിനിയാട്ടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ അത്രേ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പച്ച മനുഷ്യനെ കൊന്ന് അയാളെ അറുത്തറുത്ത് പീസാക്കി കിറ്റുകളിലാക്കി പുഴയിൽ കൊണ്ടിടുക, പട്ടിക്ക് കൊടുക്കുക, കുക്കറിലിട്ട് വേവിക്കാവും. ട്രൂലി ഡിസ്കസ്റ്റിംഗ്. ഇതെങ്ങാനും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ വാള് വെച്ച് അലങ്കോലമായി പോയാൽ. ഇതൊരു സിനിമയല്ലേ, ഒരു ഡാർക്ക് ഹ്യൂമർ ജോണർ. അതിലിപ്പോ പറയാൻ എന്താ ഇത്ര ഇരിക്കുന്നേ? ഇത്ര ഹർട്ടാവേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമയെ കാണാൻ പറ്റില്ലല്ലോ. ജോണറൊക്കെ ശരി തന്നെ, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ ഇതൊരു കൊലപാതകത്തെയാണ് ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഫാമിലിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിഡ് ഫാമിലി എന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്തായാലും അങ്ങനെ പറയില്ല. ഒരു കൊലപാതകത്തെ അപ്പാടെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് അത് ഭയങ്കര മോശം സന്ദേശമല്ലേ നൽകുന്നത്. ഇതൊക്കെ സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അങ്ങനെയൊക്കെ നോക്കി എത്ര എത്ര സിനിമകളാണ്, ക്രൈം ത്രില്ലറുകള്, മർഡറുകള്, റേപ്പുകള്, ഡ്രഗ് കേസുകള്, അങ്ങനെയൊക്കെ നോക്കി എല്ലാം മാറ്റി നിർത്താനാണ് പിന്നെ മലയാള സിനിമയിൽ എന്തോ ഉള്ളത്. പിന്നെ ഈ സിനിമ മനുഷ്യനെ കുറെ സ്വാധീനിക്കുന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ വെറുതെ പറയുന്ന. അങ്ങനെയാണെങ്കിൽ വിക്രമാദിത്യം കണ്ട് ഞാനൊക്കെ വല്ല IPS IAS ഒക്കെ ആയേനല്ലോ, ഒക്കെ വെറുതെ പറയുന്നതാണ്. നീ മോഹിനിയാട്ടത്തെ കൊല്ലുന്ന ആളത്ര നല്ല ആളൊന്നുമല്ലോ ഈ ഡിസർവിഡിറ്റി. അതിലൊരു ചേഞ്ച് ഉണ്ട്. അതായത് മലയാളത്തിലടക്കം ഇഷ്ടം പോലെ ക്രൈം ത്രില്ലേഴ്സും റേപ്പും മർഡറും ഒക്കെ ഉള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഈ റേപ്പോ മർഡറോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല. അവരൊക്കെ വില്ലന്മാരായിരിക്കും. അവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശിക്ഷ കിട്ടുന്ന രീതിയിലായിരിക്കും സിനിമ അവസാനിപ്പിക്കാറ്. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ അതൊരു ട്രാജഡി ഫിലിം ആയിട്ടായിരിക്കും നമ്മുടെ ഇതിലൊക്കെ എത്തുന്നത്. അങ്ങനെ അല്ലാത്ത അപൂർവം ചില പടങ്ങളുണ്ട്. അതിലൊരെണ്ണാണ് ദൃശ്യം. ദൃശ്യത്തില് കൊലപാതകത്തിനെയും അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ നന്നായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്നൊരു വിശേഷണം തന്നെയുണ്ട്, കേട്ടിട്ടില്ല. അപ്പൊ ആ സിനിമ അത്രയേറെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മോഹിനിയാട്ടവും. അതില് പറയുന്നത് എന്താ, ഒരു കൊലപാതകം ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പുല്ല് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു അങ്ങനെ ഒരു മെസ്സേജ് അല്ലേ ആ സിനിമ തന്നെ. ചിലപ്പോൾ ഈ ഓണർ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ. പിന്നെ ആ സിനിമ പോകുന്നൊരു രീതി ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ്. സിറ്റുവേഷൻ കോമഡികൾ, പിന്നെ കുറേ റെഫറൻസുകൾ, ഭരതനാട്യത്തിൻ്റെ ബാക്കി ഭാഗം, നമുക്കൊരു ലാഗും ഒരു പാളിച്ചകളും ഇല്ലാതെ എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ കലാരഞ്ജിനിയുടെ ഒക്കെ ക്യാരക്ടർ ഉണ്ടല്ലോ, എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ തേങ്ങാമുറിയും പിടിച്ചുള്ള നിപ്പ, എന്താ രസം. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ആ ഭാവങ്ങളിലൂടെ അഭിനയിക്കാന്നൊക്കെ പറയും. എന്ത് രസമായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ഇത് ശരിക്കും ഭരതനാട്യത്തെക്കാളും നല്ലതാണ് ഈ സിനിമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എത്ര തവണ കണ്ടാലും നമുക്കത് ബോറടിക്കത്തില്ല, പിന്നെ പിന്നെ കാണാൻ തോന്നും. ശരിക്കും ഇതൊരു വെർത്തായിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിലൊക്കെ ചിരിച്ചു മറിയായിരുന്നു. ജോണറൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ. മലയാളത്തിൽ ഇങ്ങനത്തെ ഡാർക്ക് ജോണറൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ് മുകുന്ദനുണിയൊക്കെ ഇതേ ജോണറിലുള്ള സിനിമയാണ്. പക്ഷെ ആർക്കെങ്കിലും അഡ്വക്കേറ്റ് മുകുന്ദനുണിയെ പോലെ ആവണമെന്ന് തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. അയാളൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ മോഹിനിയാട്ടത്തിലുള്ള ക്യാരക്ടേഴ്സ് പോസിറ്റീവ് ഷെയ്ഡ് എന്ന് പോലും പറയാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും ഒരു ഓറയാണ്. അതൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. കലാരഞ്ജനിയുടെയും സൈജു കുറുപ്പിന്റെയും ബേബി ജീനിന്റെയും വിനയ് ഫോർട്ടിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഇഷ്ടംപോലെ ബ്രില്യൻസുകളും റെഫറൻസുകളും ഒക്കെ ഉണ്ട്. എന്തിനാണ് ഇത്രയധികം റെഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതൊരു ഓക്കെ ഫിലിം, അല്ലാണ്ട് ഒരുപാട് വലിയ ഗംഭീര പെർഫോമൻസ് എന്ന് പറയാനൊന്നും ആരുമില്ല. എന്തിനാണ് ഇതിന് ഇത്ര ഹൈപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സ്റ്റൈലല്ലേ, അല്ലാതെ പിന്നെ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ കല്യാണം കഴിച്ചു, അയാൾക്ക് കുട്ടിയുണ്ടായി, പിന്നെ അവർ സുഖമായിട്ട് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? ഓരോ കാലത്തും ഓരോരോ രീതികൾ സിനിമയിൽ പരീക്ഷിക്കപ്പെടാറുണ്ട്. ചിലതൊന്നും ശരിയാവും, അത് കാലാകാലങ്ങളോട് നിലനിൽക്കും. അങ്ങനെയല്ലേ സാധാരണ വരാറ്. അതിൽ റെഫറൻസുകൾ കൊണ്ടുവരും. ശരിക്കും എനിക്ക് റെഫറൻസുകളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ത്രില്ലായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ബേബി ജീൻ്റെ കാര്യം, പുള്ളി ഭയങ്കര അടിപൊളിയായിട്ടല്ലേ അഭിനയിച്ചത്. വേറൊരു സ്റ്റൈലായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി പടം തൂക്കി. ഇറ്റ്സ് ഓക്കെ, അതിന് ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ മോഹിനിയാട്ടത്തിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ട്. എക്സാമ്പിളായിട്ട് അതിലെ സംഭാഷണ ശൈലി. ഈ സായ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യ രുക്മിണിയമ്മ സംസാരിക്കുന്നത് നല്ല കണ്ണൂർ ഭാഷ. ജഗദീഷിന്റെ മോള് സംസാരിക്കുന്നത് കോട്ടയം സ്ലാങ്. അത് പിന്നെ കുടിയേറ്റക്കാരാണെന്ന് വിചാരിക്കാം. ബേബിജിൻ സംസാരിക്കുന്നത് തൃശ്ശൂർ സ്ലാങ്. സുരാജ് വെഞ്ഞാറമൂട് സംസാരിക്കുന്നത് വേറെ വല്ലാത്തൊരു കൊളാബ്. അത് മാത്രല്ല, ഈ ബേബിജീൻ എന്തിനാണ് ഈ കൊലപാതകത്തിന്റെ പിന്നാലെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവന് നൈസായിട്ട് അത് പോലീസുകാരോട് പറഞ്ഞ പടം ഫിനിഷാണ്. അപ്പൊ അതെങ്ങനെ പറയും?
അവൻ മറ്റേ മരുന്ന് കൊടുത്തിട്ടല്ലേ പുള്ളിക്ക് പ്രശ്നമായത്, പിന്നെ എങ്ങനെ പറയും? അതുകൊണ്ടല്ലേ പറയാത്തത്. വാട്ടവർ. അത് മാത്രല്ല വേറെയും പ്രശ്നങ്ങളുണ്ട്. അതായത് മിക്സ്ചറും സംഭാരവും പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു അമ്പലം, പിന്നെ ചാലക്കുടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന നീല പ്രൈവറ്റ് ബസ്, ഇതൊന്നും മനുഷ്യന്റെ കോമൺ സെൻസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങൾ ആ സിനിമയിലുള്ളതുകൊണ്ട് ഇതൊന്നും പറയണില്ല എന്നുള്ളൂ. അതൊക്കെ ഒരു പ്രശ്നമാണോ? സിനിമയിലുള്ളതൊരു സാങ്കല്പിക ദേശമാണെങ്കിലോ. പിന്നെ കണ്ണൂര് ചാലക്കുടി എന്നൊക്കെ യാദർച്ഛികമായിട്ടും വരാമല്ലോ, ചിലപ്പോൾ അങ്ങനെയാവാം. പിന്നെ ഇതിലും വിയേഡായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ. മഞ്ചും മദ്യവും നൂഡിൽസ് വരെ പ്രസാദമായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ നൈസായിട്ട് ട്രോൾ ചെയ്താണെന്നും പറയാൻ വേണമെങ്കിൽ. പിന്നെ നമ്മുടെ പോലെ അതേപോലെയുള്ള ഒരു ജീവിതം സിനിമയാക്കി കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സർറിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയും പോയി കാണേണ്ട വരും. ഓണർ മാറി തല വെച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയും, വിമർശിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ, വേണമെങ്കിൽ കേട്ടാൽ മതി.